ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റ്. അപ്പോൾ ഇതിനകത്ത് സെലക്ട് ചെയ്ത് നമ്മൾ പഠിച്ചാൽ മാത്രം മതി, ജയിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ പ്രകാരം ഇതിനകത്ത് ഒരു 25 മാർക്ക് കിട്ടുന്ന മോഡ്യൂളാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്, അതായത് IC എഞ്ചിൻ്റെ മോഡ്യൂൾ. അതിനകത്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമുക്ക് എളുപ്പം 25 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ BMEയുടെ പ്രത്യേകത. എല്ലാം ഡയറക്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് വളച്ച് അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. മോഡ്യൂൾ 3 ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. കമ്പയർ IC എഞ്ചിൻ, ദെൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് IC എഞ്ചിൻ, ദെൻ സ്കെച്ച് മെയിൻ പാർട്സ് ഓഫ് IC എഞ്ചിൻ ആൻഡ് എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് പാർട്സ്, ദെൻ അതേപോലെ 2 സ്ട്രോക്ക് പെട്രോള്, 2 സ്ട്രോക്ക് ഡീസൽ, ദെൻ 4 സ്ട്രോക്ക് പെട്രോള്, 4 സ്ട്രോക്ക് ഡീസൽ. ഇതിൻ്റെ എല്ലാം സ്കെച്ചും അതിൻ്റെ വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം. ദെൻ കമ്പാരിസൺ ഓഫ് SI എഞ്ചിൻ ആൻഡ് CA എഞ്ചിൻ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കാം, കമ്പാരിസൺ ഓഫ് പെട്രോൾ എഞ്ചിൻ ആൻഡ് ഡീസൽ എഞ്ചിൻ ചോദിക്കാം. ദെൻ കമ്പാരിസൺ ഓഫ് 2 സ്ട്രോക്ക് ആൻഡ് 4 സ്ട്രോക്ക് എഞ്ചിൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇത് ഇത്രയും പഠിച്ചാൽ തന്നെ ഏകദേശം ഒരു 25 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് പഠിക്കുമ്പോൾ ഡയഗ്രാം ഉൾപ്പെടെ പഠിക്കണം. അതായത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, സ്കെച്ച് മെയിൻ പാർട്സ് ഓഫ് IC എഞ്ചിൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് പാർട്സ്, ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് മെയിൻ പാർട്സ് എന്ത് ചെയ്യണം, വരയ്ക്കണം. ദെൻ ആ പാർട്സ് അടയാളപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് ചോദിക്കുന്നത്. ദെൻ ഈ രണ്ട് കമ്പാരിസണിൽ ഏതെങ്കിലും ഒരു കമ്പാരിസൺ ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവും. 2 സ്ട്രോക്ക് പെട്രോള്, 2 സ്ട്രോക്ക് ഡീസൽ, അല്ലെങ്കിൽ 4 സ്ട്രോക്ക് പെട്രോള്, അല്ലെങ്കിൽ 4 സ്ട്രോക്ക് ഡീസൽ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. അതിനകത്ത് നിന്ന് 25 മാർക്ക് എളുപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് മൊഡ്യൂൾ 4 മൊഡ്യൂൾ 2 നോക്കുക. മൊഡ്യൂൾ 4 പവർ പ്ലാന്റ് ആണ്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് പവർ പ്ലാന്റ്, ദെൻ പവർ പ്ലാന്റ് ഏതൊക്കെ ടൈപ്പ് പവർ പ്ലാന്റ് ഉണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 4 ചോദിക്കുന്നത്. ദെൻ മൊഡ്യൂൾ 2 ചോദിക്കുന്നത് സ്റ്റീം ബോയിലേഴ്സും അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് മൊഡ്യൂൾ 2 ചോദിക്കുന്നത്. ഇതിലേത് വേണമെങ്കിലും ഇനി പഠിക്കാം. ഇപ്പോൾ മൊഡ്യൂൾ 4 നന്നായിട്ട് നോക്കുക. മൊഡ്യൂൾ 4 ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെ ഉള്ളൂ. സ്റ്റീം പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഡീസൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, സോളാർ പവർ പ്ലാന്റ്, ദെൻ വിൻഡ് പവർ പ്ലാന്റ്, ടൈഡൽ പവർ പ്ലാന്റ്, ജിയോ തെർമൽ പവർ പ്ലാന്റ്. ദെൻ ഇതിൻ്റെ എല്ലാം സ്കെച്ച്, വർക്കിംഗ്, ദെൻ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇത് മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഈ പവർ പ്ലാന്റ് ചോദിച്ചില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ് ആണ്. അതേപോലെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് പവർ പ്ലാന്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തുനിന്നും സോളാർ പവർ പ്ലാന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ഒരു കാരണവശാലും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കാതെ പോരുത്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇത്രയാണ് ഇതിനകത്ത് നിന്ന് ചോദിച്ചേക്കുന്നത്. അതായത് ഇതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റീം പവർ പ്ലാന്റ് അതിൻ്റെ ഡയഗ്രാം പഠിക്കുക, ദെൻ അതിൻ്റെ വർക്കിംഗ് നോക്കുക, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കുക. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വളരെ സിമ്പിളാണ്, കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡീസൽ പവർ പ്ലാന്റ് കുറച്ച് മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെ ഫിഗർ മറ്റ് നെറ്റിൽ അവൈലബിൾ ആണ്, വർക്കിംഗ് ഉൾപ്പെടെ അവൈലബിൾ ആണ്. ദെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് കിടപ്പുണ്ട്. ദെൻ അതുപോലെ സോളാർ പവർ പ്ലാന്റ്, അതിന് 2 ഡയഗ്രാം ഉണ്ട്. ദെൻ അതേപോലെ വിൻഡ് പവർ പ്ലാന്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. ദെൻ ടൈഡൽ പവർ പ്ലാന്റ്, ജിയോ തെർമൽ പവർ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടൊരു ഡയഗ്രാം ഉണ്ട്. ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പവർ പ്ലാന്റിലും അത് കോമൺ ആണ്. സ്റ്റീം വരുന്നു, അത് ടർബൈനിൽ കയറുന്നു, അത് എക്സ്പാൻഡ് ചെയ്യുന്നു, ദെൻ വീണ്ടും കളക്ട് ചെയ്ത് കണ്ടൻസ് ചെയ്ത് വീണ്ടും ബോയിലറിൽ കൊടുക്കുന്നു, പിന്നെ സ്റ്റീം ആക്കുന്നു. അങ്ങനെ ഒരു ഡയഗ്രാം ഇതിൽ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. സോ അത് നോക്കുക. ദെൻ ഈ 3rd മോഡ്യൂളിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഇതിനകത്ത് 4 സ്ട്രോക്ക് ഡീസൽ, 4 സ്ട്രോക്ക് പെട്രോള്, 2 സ്ട്രോക്ക് പെട്രോള്, ഡീസൽ എഞ്ചിൻ, ഇതെല്ലാം യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്ക് ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോസ് അവൈലബിൾ ആണ്. അതിൻ്റെ അനിമേഷൻ മറ്റും അവൈലബിൾ ആണ്. സോ അത് കണ്ടിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റിലുള്ള
ഡയഗ്രം, സിമ്പിൾ ഡയഗ്രം നോക്കുക. 4 സ്റ്റോക്കിന്റെയും 4 ഡയഗ്രം സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. അതിൽ ക്രാങ്കിന്റെ പൊസിഷൻ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരുന്നാലേ ഇത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട്, അതായത് ഫോർത്ത് മോഡ്യൂളിൽ കുറേ പവർ പ്ലാന്റും കാര്യങ്ങളുമാണ്. സോ അതിന്റെ സ്കെച്ച് എന്തായാലും ഓർത്തിരിക്കണം, വരയ്ക്കാൻ എന്തായാലും ഓർത്തിരിക്കണം. ഇത്ര പവർ പ്ലാന്റേ ഉള്ളൂ ആകെ. അപ്പോൾ ഇതിൽ നിന്ന് 25 മാർക്കും കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്കേണ്ടത് സെക്കൻഡ് മോഡ്യൂളാണ്. ദെൻ സെക്കൻഡ് മോഡ്യൂളിനകത്ത് സ്റ്റീം എന്താണെന്നും അതിന്റെ കാര്യങ്ങളും കുറച്ച് ആദ്യമേ ഉണ്ട്. ദെൻ ടൈപ്സ് ഓഫ് സ്റ്റീം, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലർ, അത് ചോദിക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻസ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എവിടെ ഉണ്ടോ അതെല്ലാം നേരെ പഠിച്ചോളുക. ഏത് മോഡ്യൂളിലുണ്ടായാലും അത് നേരെ നോക്കിക്കൊള്ളുക. ദെൻ കമ്പാരിസൺ ഓഫ് വാട്ടർ ട്യൂബും ഫയർ ട്യൂബും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതിൽ ഏതെങ്കിലും ഒരു ബോയിലർ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ 2 ബോയിലറിൽ ഏതെങ്കിലും ഒരു ബോയിലർ ഉണ്ടാവും. ലാമൺ ബോയിലറോ കൊഹ്റാൻ ബോയിലറോ. അതിന്റെ സ്കെച്ച് വർക്കിംഗ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബോയിലർ മൗണ്ടിങ്സ് ആണ്. ദെൻ ബോയിലർ മൗണ്ടിങ്സ് അതിൽ വരുന്നതാണ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, ബോർഡൻ പ്രഷർ ഗേജ്, ഫ്യൂസിബിൾ പ്ലഗ്, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇനി വേറെ ഏതെങ്കിലും ചോദിക്കാം. അതേപോലെ ബോയിലർ ആക്സസറീസ് എന്താണ് അതിന്റെ ഡെഫിനേഷൻ. ദെൻ ബോയിലർ ആക്സസറീസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ള മോസ്റ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. എക്കണോമിക്, സൂപ്പർ ഹീറ്റർ അങ്ങനെയുള്ള ബോയിലർ ആക്സസറീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും 2 ബോയിലർ ആക്സസറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും വിത്ത് ഫിഗർ, അങ്ങനെ പറയാം. അപ്പോൾ ബോയിലർ ആക്സസറീസ് എന്താണെന്ന് അറിഞ്ഞിരുന്നാലേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ ബോയിലർ മൗണ്ടിങ്സ് എന്താണെന്ന് അറിഞ്ഞിരുന്നാലേ നമുക്ക് 2 ബോയിലർ മൗണ്ടിങ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ, അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റീം എഞ്ചിൻ, അതിൻ്റെ ഒരു വലിയൊരു ഫിഗർ ഉണ്ട്, അതിൻ്റെ ഒരു കുറച്ച് വർക്കിങ്ങും എക്സ്പ്ലനേഷനും കാര്യങ്ങളും എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ സ്റ്റീം എഞ്ചിൻ, സ്കെച്ച്, വർക്കിംഗ്, മെയിൻ കമ്പോണൻസ്, ഫംഗ്ഷൻ, ഈ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി മോഡ്യൂൾ 1 സംബന്ധിച്ച് മോഡ്യൂൾ 1 കുറച്ച് ലെങ്തിയാണ്, ഒരുപാടുണ്ട് അതിനകത്ത് പഠിക്കാൻ. അപ്പോൾ ഈ 3 മോഡ്യൂളും, നേരത്തെ പറഞ്ഞ 3 മോഡ്യൂളും പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡ്യൂൾ ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതായത് പാർട്ട് ബിയിൽ ചിലപ്പോൾ മോഡ്യൂൾ 1 കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ മുകളിൽ പറഞ്ഞ 3 മോഡ്യൂൾ പഠിക്കുക. അതായത് മോഡ്യൂൾ 3, മോഡ്യൂൾ 2, മോഡ്യൂൾ 4 ഇത് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. തെന്നെങ്കിൽ നിങ്ങൾക്ക് മോഡ്യൂൾ 1 സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നം വരത്തില്ല. പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോഡ്യൂളും മോഡ്യൂൾ 2, മോഡ്യൂൾ 3, മോഡ്യൂൾ 4 ആണ്. മോഡ്യൂൾ 1 ഒരുപാട് ലെങ്തിയാണ്. സോ 3 മോഡ്യൂൾ മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ എൻ്റെ ഒരു ഓപ്ഷൻ പറയുവാണെങ്കിൽ മോഡ്യൂൾ 3, മോഡ്യൂൾ 2, മോഡ്യൂൾ 4 നോക്കുക. മോഡ്യൂൾ 1 കുറച്ച് ലെങ്തി ആയിട്ടുള്ള മോഡ്യൂളാണ്. അതിനകത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇതിലേതെങ്കിലും പ്രോപ്പർട്ടി ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഈ 3 പ്രോപ്പർട്ടിയിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. എക്സാമ്പിൾ 3 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ 3 കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ പ്രോപ്പർട്ടി തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഓക്കെ. ദെൻ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങും ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചോദിക്കാം. ദെൻ ഈ 2 ഫർണസ്, ക്യുപ്പോള ഫർണസും ബ്ലാസ്റ്റ് ഫർണസും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നീ മാനുഫാക്ചറിങ് ഓഫ് കാസ്റ്റ് അയൺ എങ്ങനെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓഫ് പിഗ് അയൺ എങ്ങനെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്യുപ്പോള ഫർണസ് നിന്ന് ഡയറക്റ്റ് ചോദിക്കാം, ബ്ലാസ്റ്റ് ഫർണസ് നിന്ന് ഡയറക്റ്റ് ചോദിക്കാം. ദെൻ ഇതിന്റെ സ്കെച്ചും വർക്കിങ്ങുമാണ് മെയിനായിട്ടും ചോദിക്കുന്നത്. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് സ്റ്റീൽ ചോദിച്ചിട്ടുണ്ട്, ടൈപ്സ് ഓഫ് കാസ്റ്റ് അയണും ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വേറെ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരുപാട് അലോയ്സും കാര്യങ്ങളും വരുന്ന ഒരു ചാപ്റ്ററാണ്. അതിന്റെ യൂസസ്, ആപ്ലിക്കേഷൻസ് എല്ലാം ചോദിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണത്. ഓക്കെ. ഇത്രയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ 75 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അത് ആ ഡയഗ്രാംസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുകയും ഡയഗ്രാംസ് എല്ലാം നല്ല രീതിയിൽ വരയ്ക്കുകയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും സാധിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നീറ്റായിട്ട് ഏറ്റവും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നീറ്റായിട്ട് ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലനേഷൻ പോയിന്റ് ആയിട്ട് എഴുതാൻ നോക്കുക. ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഏകദേശം പകുതി കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് അതിനകത്ത് വീഴും. ഓക്കെ. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് പെട്രോൾ എഞ്ചിൻ, അതെല്ലാം അങ്ങനെ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിക്കാമേ. കമ്പാരിസൺ ഓഫ് SI എഞ്ചിൻ, CI എഞ്ചിൻ അങ്ങനെ ചോദിക്കാം. സ്പാർക്ക് ഇഗ്നിഷൻ, കംപ്രഷൻ ഇഗ്നിഷൻ എന്ന് ചോദിക്കാം. പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ എന്ന് ചോദിക്കാം. ദെൻ മെൻഷൻ അഡ്വാൻറ്റേജസ് ഓഫ് IC എഞ്ചിൻ ചോദിച്ചിട്ടുണ്ട്.
ഓവർ ഇ സി എഞ്ചിൻ എക്സൽ കമ്പഷൻ എഞ്ചിനും ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് IC എഞ്ചിൻ ഓവർ ഇ സി എഞ്ചിൻ അതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ സ്കാവഞ്ചിങ് ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന് 2 സ്ട്രോക്ക് എഞ്ചിനകത്ത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് IC എഞ്ചിൻ ചോദിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് അതെല്ലാം മസ്റ്റായിട്ടും പഠിക്കുക. ദെൻ ഇത്രയൊക്കെയാണ് ഇതിൽ നിന്ന് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. മോഡ്യൂൾ 3 നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ മോഡ്യൂൾ 4 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞത് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് അതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ദെൻ വിൻഡ് പവർ പ്ലാന്റ് അതിൻ്റെ സ്കെച്ച്, ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സ്കെച്ച് വർക്കിംഗ്, ദെൻ ഡീസൽ പവർ പ്ലാന്റിൻ്റെ സ്കെച്ച്, ലൈൻ ഡയഗ്രാം വിത്ത് വർക്കിംഗ്, ദെൻ സോളാർ തെർമൽ പവർ പ്ലാന്റ് മെത്തേഡ്സ് ടു കൺവേർട്ട് സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ചോദിച്ചിട്ടുണ്ട്. ദെൻ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് സോളാർ പവർ പ്ലാന്റ് ചോദിച്ചിട്ടുണ്ട്. ജിയോ തെർമൽ പവർ പ്ലാന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ജിയോ തെർമൽ പവർ പ്ലാന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അതിൻ്റെ സ്കെച്ച് വർക്കിംഗ്, ദെൻ ടൈഡൽ പവർ പ്ലാന്റിൻ്റെ സ്കെച്ച് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ദെൻ സോളാർ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ചോദിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് പവർ പ്ലാന്റ് ചോദിച്ചിട്ടുണ്ട്. ദെൻ സോളാർ പോണ്ട് ഇലക്ട്രിക് പവർ പ്ലാന്റ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ലോ ടെമ്പറേച്ചർ സോളാർ പവർ പ്ലാന്റിൻ്റെ സ്കെച്ചും വർക്കിംഗ് ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. സോളാർ തെർമൽ പവർ പ്ലാന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ദെൻ മോഡ്യൂൾ 2 ചോദിച്ചിട്ടുള്ളതാണ് ഡിഫൈൻ ബോയിലർ, ആക്സസറീസ് ആൻഡ് മൗണ്ടിങ്സ്. ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട് ഫയർ ട്യൂബും വാട്ടർ ട്യൂബും. ദെൻ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, എയർ പ്രീ ഹീറ്റർ, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ പവർ പ്ലാന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് പവർ പ്ലാന്റിൽ വരുന്നതാണിത്. അതിനകത്ത് സബായിട്ട് ചോദിച്ചേക്കുന്നതാണ്. ദെൻ സൂപ്പർ ഹീറ്റർ അതിൻ്റെ സ്കെച്ച് വർക്കിംഗ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ ചോദിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ടൈപ്സ് ഓഫ് സ്റ്റീം ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈനസ് ഫ്രാക്ഷൻ അത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈനസ് ഫ്രാക്ഷൻ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക, 2 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബോയിലർ അതുപോലെ ഫ്യൂസിബിൾ പ്ലഗ്, ബ്ലോ ഓഫ് കോക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്റ്റീം എഞ്ചിൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടും അതിൻ്റെ ഫങ്ഷൻസും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ലാമോൺ ബോയിലർ, കോഹ്റാം ബോയിലർ അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബോർഡൻ ടു പ്രഷർ ഗേജിൻ്റെ സ്കെച്ച് വർക്കിംഗ്. ദെൻ വർക്കിംഗ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമൈസർ. ദെൻ മോഡ്യൂൾ 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ടേം ഹാർഡ്നെസ്, ടഫ്നെസ്, സ്റ്റിഫ്നെസ്, ഡക്റ്റിലിറ്റി, പ്ലാസ്റ്റിസിറ്റി. ദെൻ അതുപോലെ എക്സ്പ്ലെയിൻ വേരിയസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ എക്സ്പ്ലെയിൻ ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ്, ദെൻ ലിക്വിഡ് പെനട്രൻ ടെസ്റ്റ്, ദെൻ ഐസോഡ് ഇമ്പാക്ട് ടെസ്റ്റ്, നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ ലിസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺ, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഇത് നമ്മുടെ M-ൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. M- എന്ന് പറഞ്ഞാൽ S4 ഒരു സബ്ജക്റ്റ് ആണ്. ദെൻ ഇവിടെയും ചോദിച്ചിട്ടുണ്ട് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ കാസ്റ്റ് അയൺ ആൻഡ് ഓർ ബ്രിട്ടിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ എന്ന് ചോദിക്കും. രണ്ടിൻ്റെയും സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഒന്നാണ്. അതേപോലെ ഇവിടെ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അല്ലെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്നാണ് ചോദിക്കുന്നത്. ദെൻ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനി 6 തെർമൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽ ഡിപ്പെൻഡിങ് ഓൺ കാർബൺ കണ്ടന്റ് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ടു ഹൈ സ്പീഡ് സ്റ്റീൽസ് ആൻഡ് ദെയർ കോമ്പോസിഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. NDT എന്തുവാണ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ്റേ റേഡിയോഗ്രാഫി ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ ആൻഡ് കാസ്റ്റ് അയൺ അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ, ഗൺമെറ്റലിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റ് ഫർണസ്, ക്യുപ്പോള ഫർണസ് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ക്രീപ്പ് എന്താണ് ക്രീപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ക്രീപ്പ് കർവ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അൾട്രാസോണിക് ടെസ്റ്റ്, സ്കെച്ച് ആൻഡ് ആപ്ലിക്കേഷൻ. ദെൻ ക്യാരാസ് ഓഫ് ആഡിങ് അലോയിങ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം മോഡ്യൂൾ 1 കുറച്ച് ഫാസ്റ്റ് ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി 3 മോഡ്യൂളും നേരെ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ മോഡ്യൂൾ 1 സെലക്ട് ചെയ്ത് മാത്രം പഠിക്കുക.